ആരായിരിക്കും ഉത്തരവാദി? നാളെ പാലക്കാട് കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ ആരുടെയൊക്കെ തലയിൽ അതിൻ്റെ ഉത്തരവാദിത്തം വരും? വി ഡി സതീശനാണോ? കെ സി വേണുഗോപാലാണോ? ആരാണ്? വി ഡിക്കും കെ സി വേണുഗോപാലിനും ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇപ്പം വോട്ടെടുപ്പിന് ശേഷം പാലക്കാട് DCCക്ക് ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. വളരെ കൃത്യമായി സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ചേർന്നാണ്. അപ്പോൾ സന്ദീപ് വാര്യരുടെ വരവ് BJPയെ ദുർബലപ്പെടുത്തുകയല്ല ചെയ്തത്, BJPയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് വോട്ടെടുപ്പ് പോളിംഗ് ശതമാനം ഒക്കെ വ്യക്തമാക്കുന്നു. ബൂത്ത് തിരിച്ചുള്ള ആ പോളിംഗ് കണക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ ആ പരാജയ ഭാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സി വേണുഗോപാലും തന്നെ ഏറ്റെടുക്കേണ്ടി വരും. KPCC പ്രസിഡന്റിനും കെ മുരളീധരനും ഒക്കെ തുടക്കത്തിൽ കടുത്ത അതൃപ്തി അതിലുണ്ടായിരുന്നു. സന്ദീപ് വാര്യരുടെ വരവിനെ ചൊല്ലി അവർ പല എതിർ സ്വരങ്ങളും ഉയർത്തിയതാണ്, പല എതിർപ്പുകളും പ്രകടിപ്പിച്ചതാണ്. മുല്ലപ്പള്ളി രാമേന്ദ്രനെ പോലെയുള്ള സീനിയർ നേതാക്കൾ, മലബാറിലെ സീനിയർ നേതാക്കൾ സന്ദീപ് വാര്യരുടെ വരവിൽ ഒട്ടും തന്നെ തൃപ്തരായിരുന്നില്ല. അവർ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. ആ എതിർപ്പിനെല്ലാം മറികടന്നുകൊണ്ട് രണ്ട് കൈയും നീട്ടി സന്ദീപിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വി ഡി സതീശനും കെ സി വേണുഗോപാലും നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ രണ്ടുപേരും ഏറ്റെടുക്കേണ്ടി വരും. കെ മുരളീധരൻ പൊട്ടിച്ചിരിക്കും. കെ മുരളീധരൻ പൊട്ടിച്ചിരിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ പഴയ ഐ ഗ്രൂപ്പ് കെ മുരളീധരൻ്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും നേതൃത്വത്തിൽ സന്ദീപ് വാര്യരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് രഹസ്യ നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. അവർ തൊട്ടും തൊടാതെയും ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അതായത് ഈ സന്ദീപ് വാര്യരുടെ കടന്നുവരവിനെ ഐ ഗ്രൂപ്പ് പല നേതാക്കളും എതിർത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കെ മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇപ്പോൾ തന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കണം, പുറത്താക്കണം എന്ന് പറഞ്ഞ് അതിനുള്ളൊരു രഹസ്യ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കാരണം സന്ദീപിൻ്റെ വരവ് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു എന്ന് അവർ തിരിച്ചറിയുന്നു. സന്ദീപ് വന്നത് ഒരർത്ഥത്തിൽ ഒരു RSS ചാരനായിട്ടാണോ വന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കിയിരിക്കും. അവരെവിടെ പറഞ്ഞു ഇത്? അത് അവരെവിടെയും പറയണ്ട. ഇപ്പോൾ നിലവിൽ അവരുടെ പല പരാമർശങ്ങളും തൊട്ടും തൊടാതെയും സന്ദീപിനെതിരാണ്. വി ഡിക്കും കെ സിക്കും എതിരാണത്. വി ഡിയും കെ സിയും കൂടിയാണല്ലോ സന്ദീപിനെ പച്ചപ്പരവതാനി വിരിച്ച് ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഇവർ ഈ ആരാണോ ഇതൊക്കെ ചെയ്തത് അവരേറ്റെടുക്കണം. സ്വാഭാവികമല്ലേ? ഇപ്പം മാത്രമല്ല, കെ സിയെ ഒതുക്കാൻ കിട്ടുന്ന ഒരവസരം, കെ സിയെ താറടിച്ച് കാണിക്കാൻ കിട്ടുന്ന ഒരവസരം കെ മുരളീധരൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിൽ അവിടെയുമില്ല ഇവിടെയുമില്ല എവിടെയുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഇതിൽ ചോദിക്കേണ്ട ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് വാര്യറിന് വലിയൊരു തുക ഓഫർ ചെയ്തിട്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് എന്നൊരു ശ്രുതി പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. നമ്മൾ പോലും അത്തരം ചർച്ചകൾ ചെയ്തു. അപ്പം അങ്ങനെ ഒരു പൈസ വാങ്ങിയ ഒരാളെ പെട്ടെന്നൊരു ദിവസം ഔട്ടാക്കുമോ? അങ്ങനെ പണം വാങ്ങിയിട്ടോ പണം കൊടുത്തിട്ടോ ഒന്നും ആയിരിക്കില്ല ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത്. പത്മജ പണം വാങ്ങിക്കൊണ്ടാണോ BJPയിലേക്ക് വന്നത്? നമുക്കറിയില്ല. അല്ല, ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. BJPയിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല പോയത്. പണം വാങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല, വേറെ പല ഡീലുകളും കാണുമായിരിക്കാം. പക്ഷെ സന്ദീപ് BJPയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു. പുറത്തു പോയപ്പോൾ അയാൾ പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തനം തുടരാൻ ആഗ്രഹിക്കുന്നു. അയാൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നേ മതിയാവുള്ളൂ. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ അയാൾക്ക് ചേരുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് കണ്ടതുകൊണ്ട് അയാൾ പോയി. പക്ഷെ ആ കോൺഗ്രസ് അയാളെ സ്വീകരിച്ചപ്പോൾ ജനം അതിനെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ പറയാന്ന് വെച്ചാൽ, പണം വാങ്ങാതെയാണ് നമുക്ക് ഈ റിസോർട്ട് രാഷ്ട്രീയം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. MLA-മാർ കൂറുമാറ്റുന്നതും ഇപ്പുറത്ത് വലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. BJP തന്നെ ഇത് ചെയ്യുന്നതിൽ അഗ്രഗണ്യരാണ്. അപ്പോൾ അതേ രീതിയാണ് കോൺഗ്രസ് ഇവിടെ പയറ്റിയിരിക്കുന്നത്. പക്ഷേ പണം വാങ്ങാതെയാണ് സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക്
പോയിട്ടുള്ളതെങ്കിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് വലിയൊരു ബുദ്ധിശൂന്യതയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, സന്ദീപ് വാര്യർ ഒരു MLA അല്ല, MP അല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല. പിന്നെ അയാളെ പണം കൊടുത്ത് കോൺഗ്രസ് വാങ്ങേണ്ട ആവശ്യം എന്താ? യാതൊരു കാര്യവുമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് അതേ കാലയളവിൽ, അതായത് അതിന്റെ പ്രചരണത്തിന്റെ തുടക്ക സമയത്ത് C. കൃഷ്ണകുമാറിന് വേണ്ടി പാലക്കാട് പ്രചരണം നടത്തിയ സന്ദീപ് അതിന്റെ ഒരു പകുതി ഘട്ടമാവുമ്പോൾ കോൺഗ്രസിലേക്ക് പോയി എന്ന് പറയുന്നത് അവർക്ക് വലിയ മൈലേജ് കിട്ടും. കൃഷ്ണകുമാറിന് വേണ്ടി അവിടെ പ്രചാരണം നടത്തിയിട്ടില്ല. പ്രചാരണം നടത്താൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സീറ്റ് കിട്ടാത്ത. ഒരു ദിവസം അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നല്ല മനസ്സിലാക്കുക. സന്ദീപിന്റെ വ്യക്തിപരമായ രീതിയിൽ നടത്തിയതാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ അത് പങ്കുവച്ചു. പാർട്ടിയുമായിട്ട് ചേർന്ന് നടത്തിയ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് സന്ദീപിനെ പ്രത്യക്ഷത്തിൽ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇത് സന്ദീപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കോൺഗ്രസ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് സന്ദീപിനെ ഇങ്ങോട്ട് കിട്ടുന്നത് കൊണ്ട് ചില ലാഭങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആ ലാഭങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നഷ്ടങ്ങളായി മാറി. അത് BJP വളരെ ഐക്യത്തോടെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ കൃഷ്ണകുമാറിനോട് അകന്ന് നിന്നിരുന്നവർ, പാർട്ടിയോട് അസംതൃപ്തി ഉണ്ടായിരുന്നവർ, സംസ്ഥാന പ്രസിഡന്റിനോട് വിയോജിപ്പുണ്ടായിരുന്നവർ ഒക്കെ അതെല്ലാം മാറ്റിവെച്ച് സന്ദീപ് എന്ന ഒരൊറ്റ ശത്രുവിനെ പരാജയപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി അവരെല്ലാവരും ഒരുമിച്ചു. അത് BJPക്ക് ഗുണം ചെയ്തു. ഇനി സന്ദീപിൻ്റെ വരവ് മുസ്ലിം വോട്ടിൽ എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്? വിള്ളലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ മുസ്ലിം വോട്ട് ധാരാളമുള്ള പ്രദേശത്തുനിന്ന് CPM-ലേക്ക് വോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. പെരിയാരി പോലെയുള്ള പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ഭൂരിപക്ഷ വാർഡുകൾ, ബൂത്തുകൾ, അവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. പ്രാഥമികമായ വിലയിരുത്തലിൽ തന്നെ അത് അറിയാൻ സാധിക്കുന്നു. ഇതെല്ലാം സന്ദീപിൻ്റെ വരവിനെ ജനം, പാലക്കാട്ടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നൊരു സന്ദേശം കൂടിയില്ലേ? അത് കോൺഗ്രസ് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ചും അവിടെ I ഗ്രൂപ്പിന് സ്വാധീനമുള്ളൊരു മണ്ഡലമാണത്. അപ്പോൾ തീർച്ചയായിട്ടും ആ I ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന K. മുരളീധരനെ പോലെ ഒരാളിനത് അറിയാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അദ്ദേഹം അറിയും. അപ്പോൾ അദ്ദേഹത്തിന് അപകടം മനസ്സിലായി. ഒപ്പം തൻ്റെ പാർട്ടിക്കുള്ളിലെ തൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് VD സതീശനും K. മുരളീധരൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് 2 ദിവസം മുമ്പ്. ഓൾറെഡി ഇവിടെ എന്താണ് ഫുൾ പ്രശ്നങ്ങളാണ്, ഇനി സന്ദീപ് വാര്യറും കൂടി വന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണം. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. കാരണം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കോൺഗ്രസിനുള്ളിൽ. അതുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയമാണ്. എങ്കിലും ഇപ്പോൾ ഞാൻ പുതുതായിട്ട് പറയുന്ന ഈ വിവരങ്ങൾക്ക്, പങ്കുവെക്കുന്ന ഈ വിവരങ്ങൾ, അതായത് VDക്കെതിരെ KCക്കെതിരെ മുരളീധരനും മുല്ലപ്പള്ളിയൊക്കെ ചേർന്ന് രാഗി മിനുക്കുന്ന ഈ ആയുധം ഉണ്ടല്ലോ, ഈ യുദ്ധതന്ത്രത്തിന് രമേശ് ചെന്നിത്തലയുടെയും K. സുധാകരൻ്റെയും മൗന പിന്തുണയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ വിഷയം. പക്ഷെ കോൺഗ്രസ് കാണിച്ചിരിക്കുന്നത് ഒരു കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ്. അത് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് പത്മജയെ വലിച്ചത്. അതിനുള്ള പ്രതികാരം സന്ദീപിനെ വലിച്ചുകൊണ്ട് കോൺഗ്രസ് കാണിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ലോക്സഭ കഴിഞ്ഞിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആദ്യ തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പ്. അതില് പത്മജയെ വലിച്ചതിന്റെ പ്രതികാരം സന്ദീപിനെ വലിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. അത് ചിലപ്പോൾ പണം കൊടുത്തിട്ടായിരിക്കുമോ കൊടുക്കാതായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു തന്ത്രം അവർ കാണിച്ചിട്ടുണ്ട്. ആ തന്ത്രം ചീറ്റിപ്പോയെന്നല്ലേ ഇപ്പൊ കിട്ടുന്ന അത് ചീറ്റിപ്പോയോ എന്ന് ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് പറയണമെങ്കിൽ നാളത്തെ ദിവസമാണ് അതിനുള്ള. നാളത്തെ ദിവസം മാത്രമേ നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തും പറയാം. ഇതുവരെയുള്ള പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും, അതായത് കോൺഗ്രസിനുള്ളിൽ നിന്നും കോൺഗ്രസിന് പുറത്തു നിന്നും UDFിനുള്ളിൽ നിന്നും വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം, സന്ദീപിൻ്റെ വരവ് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു കോൺഗ്രസ്സിന് എന്ന് കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും കരുതുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ. കോൺഗ്രസ് വിചാരിച്ച രീതിയിൽ കോൺഗ്രസ് വിചാരിച്ചതുപോലെ സന്ദീപിൻ്റെ വരവ് ഒരു ഗുണമായി തീരുന്നില്ല. ഒരു പക്ഷേ സന്ദീപിൻ്റെ കൂടെ കുറച്ച് BJP നേതാക്കൾ വന്നിരുന്നെങ്കിൽ, 1-2 കൗൺസിലർമാർ വന്നിരുന്നെങ്കിൽ കഥ മാറിയേനെ, കളി മാറിയേനെ. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. സന്ദീപ് മാത്രം വന്നു, എന്താ പറയണ്ടേ,
കക്ഷത്തിരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല എന്ന അവസ്ഥയിലായി. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും പറയുന്നത്, സന്ദീപ് ബുദ്ധിശൂന്യനല്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സന്ദീപ് അതിരാവിലെ സമ്മാനിച്ചത് ഭരണഘടനയാണ്. ഇതിലെന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നോക്കാം.